ഹലോ സാജിക്കാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിരിക്കുന്നു. ഞാൻ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെറിയ ചെറിയ ഷോർട്സ് ആക്കി വിട്ടുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആലപ്പുഴ ട്രിപ്പിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടിൽ ചെറിയൊരു എല്ലാവർക്കും ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളെ ആലപ്പുഴ ട്രിപ്പാണ് കേട്ടോ. അടിപൊളി. അപ്പോൾ ഹൗസ് ബോട്ടും കാര്യങ്ങളും റൂംസും കാര്യങ്ങളൊക്കെ ഞാൻ പാർട്ട് 1 ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അടിപൊളി ലക്ഷറി ബോട്ടും നല്ല ഭംഗി, നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് പാർട്ട് 2 ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവില്ല കേട്ടോ ഫസ്റ്റ് ഭാഗം കാണുമ്പോൾ. അപ്പോൾ പാർട്ട് 1 കണ്ടിട്ട് പാർട്ട് 2 കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ. അതുകൊണ്ട് നമുക്ക് കാണുന്നവർക്കും പോയവർക്കല്ല അതിൻ്റെ ഭംഗി. അപ്പോൾ വീട്ടിൽ നമ്മൾ ട്രിപ്പിന് ഇറങ്ങിയത് മുതൽ ഹൗസ് ബോട്ടിൽ നമ്മൾ രാത്രി സ്പെൻഡ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. നല്ല രസമാണ്. അപ്പോൾ നമ്മൾ മോർണിംഗിൽ തൊട്ടുള്ള കേട്ടോ ഈ പാർട്ട് 2 ഉൾക്കൊള്ളിച്ചിട്ടുള്ള. അപ്പോൾ എല്ലാവരോടും ഒരു ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പോൾ എല്ലാവരും രാവിലത്തെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും നേരത്തെ തന്നെ എണീച്ചിട്ട് എന്താ പറയുക, നമ്മളിപ്പോൾ പൊതുവേ നമ്മൾ ആലപ്പുഴ പോകുമ്പോൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴല്ലേ എത്തുക. അപ്പോൾ രാവിലത്തെ എന്തൊക്കെയാണ് സംഗതി കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ബാൽക്കണിയിൽ ഇങ്ങനെ രസമായിട്ട് എത്തിയിട്ടുണ്ട്. രാവിലത്തെ ആ വൈബ് നല്ല രസമാണ് കേട്ടോ. പിന്നെ ആ ബോട്ടിലുള്ളവർ അവിടെ കായലിൽ ചാടിയിട്ട് കുളിക്കണമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നീന്തി പോണതും അക്കത്തെ ബോട്ട് പോയി കയറണതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ആ വേമ്പനാട്ട് കായൽ, ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ പണ്ട് കുട്ടനാട് വേമ്പനാട്ട് കായലൊക്കെ കുറേ പഠിച്ചിരുന്നത്. ഇപ്പോൾ ഏത് ലൊക്കേഷനാണെന്നൊന്നും പറഞ്ഞുതരാൻ അറിയില്ല. അങ്ങനെ രാവിലത്തെ കാഴ്ചകളൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ. പിന്നെ വെച്ചാൽ നമ്മൾ ഇനി വല്ലാതെ കണ്ടിരിക്കാൻ ടൈമൊന്നുമില്ല. 9 മണിയാകുമ്പോൾ റൂം വെക്കേറ്റ് ചെയ്യണം. അവർക്ക് വേറെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റൂം വെക്കേറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചിട്ടേ പോവുള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയുക വെച്ചിട്ട് അപ്പോൾ എല്ലാവരും റൂമിൽ തന്നെ ഫ്രഷ് ആവാൻ പോയി. പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. പിന്നെ ഇനമോള് നല്ല ഉറക്കിലാണ്. പക്ഷേ ഞാൻ റൂമിൽ തന്നെ ഞാൻ എൻ്റെ അനക്കം കണ്ടതിന് വേഗം ഉണർന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ കർട്ടനൊന്ന് വലിച്ചപ്പോൾ ആ ചെയിനിൻ്റെ സൗണ്ട് കേട്ടിട്ട് എണീച്ചിട്ടുണ്ട്. പിന്നെ ഗ്ലാസ് തുറന്നിട്ടില്ല, നല്ല മഞ്ഞുണ്ടായിന് കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഇത്തിരി പണിയുണ്ട്. പോകാൻ നേരത്തെ ഒരു വെപ്രാളാണല്ലോ. ഇന്നലെ അലക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ബാഗിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഇനമോക്കും നമ്മളെ മാജിൻ്റെ ബേബിക്കൊക്കെ ഉണ്ടാക്കിയ പൊടിയൊക്കെ നമ്മൾ ഈസി കുക്കിലാണ്. അപ്പോൾ അടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്ട് അങ്ങനെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇനി ഇടാൻ ഏത് ഡ്രസ്സാണ് സെലക്ട് ചെയ്യാന്നുള്ളതിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ പാച്ചിനോട് ചോദിച്ചാൽ പാച്ച് പറഞ്ഞ് ബ്ലാക്ക് ഇട്ടാൽ മതിയായിരുന്നേ. അങ്ങനെ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും ഫ്രഷപ്പായിട്ട് മാറ്റി ഒരുങ്ങി എല്ലാവരും ബാൽക്കണിക്ക് കാര്യമായിട്ട് മാറ്റിയിരിക്കുന്നത് എന്താ വെച്ചാൽ നല്ല ഫാമിലി ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പോണിന് ഇന്നലെ വന്നേയും പക്കം നല്ലൊരു ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ. ഇന്നലെയും എടുത്തിട്ടുണ്ട് കേട്ടോ. അവൻ നോർമൽ ഫോട്ടോസായിട്ട്. അപ്പോൾ ഇന്നെല്ലാവരും രാവിലെ മോർണിംഗിൽ എല്ലാവരും മേക്കപ്പ് ഒക്കെ ചെയ്ത് എല്ലാവരും സൂപ്പറായിട്ട് നിൽക്കല്ലേ. പിന്നെ ആ ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു. അത് പാർട്ട് 1 കണ്ടവർക്കൊക്കെ മനസ്സിലാവട്ടെ. നല്ല അടിപൊളി ലക്ഷറി ബോട്ടായിരുന്നു. നല്ല ഫുഡും കാര്യങ്ങളും. പിന്നെ നമ്മളെ റൂം നമ്മൾ ഉപയോഗിച്ചാൽ നമ്മളൊരു നല്ലൊരു ഫീലിംഗ് ആണല്ലോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പാർട്ട് 1 കണ്ടാലും മനസ്സിലാവും കേട്ടോ. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള ടൈമൊക്കെ ആയി നേരെ ബാൽക്കണിക്ക് ഒരു 8-8:30 ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളൊരു ഫാമിലി ഇട്ട്. ഞാൻ ഫാമിലീനെ പരിചയപ്പെടുത്താൻ ശരിക്കും മറന്നിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കപ്പിൾസായിട്ട് ഇരിക്കണ കണ്ടാൽ മനസ്സിലാവും ഇവരാണ് ഫാമിലി എന്നൊന്നും മനസ്സിലാക്കിക്കോണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും നല്ല അടിപൊളി ഫോട്ടോസ് ഉണ്ട്. അങ്ങനെ രാവിലത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി, സാമ്പാർ, ചട്നി കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഒക്കെ ടേസ്റ്റ് ഉണ്ട്. നല്ല അടിപൊളി കുക്കാണ്. നല്ല സർവീസ് ഉണ്ട്. പറയാതിരിക്കാൻ നല്ല വിഷമമുണ്ട് കേട്ടോ. പിന്നെ ഇനമോക്ക് കഞ്ഞി സ്പെഷ്യലായിട്ട് അവൾ അതേ കുടിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ പിന്നെ അതാണ് കൊടുക്കാനും സുഖം കേട്ടോ. അപ്പോൾ അവരെന്നെ ഇനമോക്ക് നമ്മൾ അരി ഞാൻ കൊണ്ടുവന്നീന് കേട്ടോ. അപ്പോൾ അവരെന്നെ അവരെ കുക്കറിൽ നമുക്ക് പാകം ചെയ്തൊക്കെ തന്നു. അങ്ങനെ ഇഡ്ഡലി, ചട്നി, സാമ്പാറും കൂട്ടിയിട്ട് നന്നായിട്ട് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇനമോക്ക് കുറച്ച് കഞ്ഞിയൊക്കെ കൊടുത്തു. എന്നിട്ടാണ് ഞങ്ങൾ പിന്നെ യാത്ര. പിന്നെ നമ്മൾ എറണാകുളത്ത് എത്തിയിട്ടേ പിന്നെ ഫുഡ് എടുക്കലൊക്കെ നടക്കുള്ളൂ. അങ്ങനെ നേരെ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇവിടുന്ന് എല്ലാവരും ഇറങ്ങിയത്. പോകാൻ നേരം എന്തായാലും എല്ലാവരും ബാൽക്കണിയിലൊക്കെ വന്നിരുന്നിട്ട് ബാഗും കാര്യങ്ങളൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കരക്ക് അടുപ്പിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല ഉള്ളിൽ പോണ്ടെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്ക് നാട്ടിലേക്ക് പോകണമല്ലോ, എന്നും നമുക്ക് സ്ഥിരമല്ലല്ലോ ഒരു കാര്യം. അങ്ങനെ പിന്നെ ഇവർ 2 പയ്യന്മാർ കേട്ടോ. ഇവരാണ് നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ കാറിൻ്റെ അടുത്ത് അവിടെ എത്തിച്ചിട്ട് നല്ല സർവീസ്, നല്ലൊരു ബഹുമാനം, നമുക്ക് നല്ലൊരു സർവീസ് കേട്ടോ. പിന്നെ ഈ അച്ഛനാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ആ ചേട്ടനെ എന്താ പറയുക നമ്മളെ ഡ്രൈവറായിരുന്നു. അങ്ങനെ എല്ലാവരോടും നല്ലപോലെ യാത്ര ഒക്കെ പറഞ്ഞിട്ടാണ് പോണത് കേട്ടോ. പിന്നെ എനിക്ക് എറണാകുളത്തേക്ക് പോകുന്ന യാത്രയാണ് എനിക്ക് ഈ ലോങ് ആണ് പ്രശ്നം കേട്ടോ. അപ്പോൾ പാർട്ട് 1 കണ്ടവർക്ക് എനിക്ക് കാറ് കയറി അപ്പോൾ ഈ ഒരുമാതിരി അസുഖങ്ങൾ തുടങ്ങുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. നേരെ കൊച്ചി, ഫോർട്ട് കൊച്ചി, മറൈൻ ഡ്രൈവ് അങ്ങനെ ചുറ്റിക്കറങ്ങുക, അത് ലുലു മാളിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ പ്ലാനിങ് ഉള്ളൂ കേട്ടോ. പിന്നെ അവിടെ എത്തിയപ്പോൾ പിന്നെ സ്റ്റേ ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ടായിന്. പിന്നെ നമ്മളെ ഹണിമൂൺ കപ്പിളുണ്ട്. നമ്മൾ പാർട്ട് 1 കണ്ടവർക്ക് ഇത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് കണ്ടവർക്ക് എന്ത് കാണുമ്പോൾ രസം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ പിന്നെയും പറയണം കേട്ടോ. അപ്പോൾ നല്ല പനി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത് പോകാൻ വിചാരിച്ചു. പിന്നെ നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ പിന്നെ അവിടെ ഏകദേശം ചൂടും കാലാവസ്ഥ തന്നെയൊക്കെ. അപ്പോൾ പോവുകയാണെങ്കിൽ നല്ല അടിപൊളി റിസോർട്ട് അങ്ങനെ പല പ്ലാനിങ് കിട്ടും. പിന്നെ നേരെ വീട്ടിൽ തന്നെ പോവാം. പിന്നെ ഒരിക്കൽ വരാൻ വിചാരിച്ചിട്ട് നേരെ പിന്നെ നാട്ടിൽ തന്നെ പോയത്.
പിന്നെ കുറേ ബോറടിക്കുമ്പോൾ എന്താ പറയുക ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് അതും ഇതും വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നേരെ നമ്മൾ ഫോർട്ട് കൊച്ചി എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിലൂടെ നടക്കാൻ തന്നെ പ്രത്യേക ഒരു വൈബ്, നല്ല തണൽ, ചുറ്റും മരങ്ങളും, നല്ല വെറുതെ ഇങ്ങനെ നടക്കണം. അപ്പോൾ അവിടെ എത്തിയപ്പോഴും ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് ഛർദ്ദിച്ചു കേട്ടോ. പിന്നെ ഞാൻ പോരുന്നില്ല, നിങ്ങൾ നടന്നോളി എന്ന് പറഞ്ഞിട്ട് ഞാൻ കാറിൽ കുറച്ച് നേരം കിടന്നു. പിന്നെ കുറച്ചൊന്ന് ഛർദ്ദിച്ച് മാറിയപ്പോൾ ഞാൻ ഓക്കെ ആയിട്ടോ. പിന്നെ അങ്ങോട്ട് നടന്നു, എന്തോ ഒരു ഭംഗി, ഭയങ്കര ഇഷ്ടം. ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളി സ്ഥലം. പിന്നെ വാട്ടർ മെട്രോ ഉണ്ടല്ലോ അപ്പോൾ ഇറങ്ങിയിരിക്കണം. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാനിങ്ങിന് നേരെ അങ്ങോട്ട് കയറി. എനിക്ക് എവിടെ പോവുകയാണെങ്കിലും ഒരു കഥ പറയാണ്ടാവട്ടെ. ഞാൻ അത് ഫസ്റ്റ് ടൈം അല്ല, സെക്കൻഡ് ടൈമാണ് എറണാകുളത്ത് വരുന്നത്. അതും ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് എറണാകുളത്തേക്ക് ഞങ്ങൾ ടൂർ വരുന്നത്. അതെനിക്കൊരു അത്ഭുതം. ഇനി ഫസ്റ്റ് ടൈം വരണപ്പോൾ അതും ലുലു മാളിൽ കയറിയപ്പോൾ ഞാൻ എന്തോ സ്വർഗത്തിലെത്തിയ മാതിരി അന്ന് കണ്ടപ്പോൾ എന്തോ ഒരു ഭംഗിയുണ്ട് അന്ന്. ഭയങ്കര, അന്ന് മറൈൻ ഡ്രൈവ് മൊത്തം ബോട്ടിംഗ് ഒക്കെ നടത്തി. പക്ഷെ എനിക്ക് ലുലു മാൾ വലിയ സംഭവം ഇനി അന്ന്. ഇതിലൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ തന്നെ എന്തോ ഒരു വൈബായിട്ട്. ഞാനും ജിൽഷിയും കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ പിറകിലാട്ടെ, ഏറ്റവും പിറകില. ബാക്കിയുള്ളവരൊക്കെ മുന്നിലെത്തിയിട്ട് പാച്ചോടെ കുട്ടീനെ ഫുൾ ടൈം ഇന്ത്യ നോക്കണത് എനിക്ക് വയ്യാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കണൊക്കെ ഓളാണ്. അപ്പോൾ അതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷെയ്ക്കാണ് കേട്ടോ. അപ്പം ഇങ്ങനെ, പക്ഷേ സത്യം പറഞ്ഞാൽ ഇതിലൂടെ കച്ചവടക്കാരൊക്കെ എല്ലാ സാധനങ്ങളും കണ്ട് നമ്മൾ പതുക്കെ പോകുന്നൊരു വൈബ് തന്നെയാണ്. നേരത്തെ പറഞ്ഞല്ലേ ഞാനും ജിൽഷി ആടിപ്പാടി മെല്ലെ പോവാം. നമ്മൾ ഈ ചെറിയ കച്ചവടക്കാരൊക്കെ നമ്മൾ കാണാത്തുണ്ടെങ്കിലൊക്കെ കാണുമ്പോൾ ഞങ്ങൾ അത് നോക്കും, വീഡിയോ എടുക്കും, പിന്നെ അത് തുറന്നു നോക്കും. അപ്പം ഒരു കൊച്ചു മിനി വ്ളോഗ് ഇതിന് പിറകിലായിട്ടല്ല ഒക്കെ വരാണ്ട് കേട്ടോ. അവരൊക്കെ ഞങ്ങളെ വാട്ടർ മെട്രോൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് വേഗം വരും. ഞങ്ങൾ ഇങ്ങനെ മെല്ലെ പോകുന്നു. ഈ ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എനിക്ക് ഓർമ്മ നമ്മൾ സ്റ്റാർ മാജിക്കിൽ ബിനീഷിനാണ്. നമ്മൾ ഫോർട്ട് കൊച്ചി എന്നൊരു പാട്ട് ഉണ്ടാക്കിനല്ലോ, ഫോർട്ട് കൊച്ചിയിൽ ബോട്ട് വന്നല്ലോ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ഫേമസ് ആയിട്ടുള്ള. അപ്പോൾ ഓനെയാണ് പെട്ടെന്ന് ഓർക്കൽ, കൊച്ചിക്കാരനെ ഓർക്കും. അങ്ങനെ അവിടെ കയറി ടിക്കറ്റൊക്കെ എടുത്തിട്ട് 40 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരണത് കേട്ടോ. അങ്ങനെ പിന്നെ എന്താട്ടി, പിന്നെ അപ്പുറത്തെത്താൻ ഹൈക്കോർട്ടിലെത്താൻ 20 മിനിറ്റ് ടൈം എടുക്കണത്. പിന്നെ അകത്ത് കയറി നമുക്കൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. അവിടെ സീറ്റും കാര്യങ്ങളൊക്കെ ഫുള്ളായിരുന്നു. അപ്പോൾ അതിൽ എത്ര ആൾ കയറണം എന്നുള്ള കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവർ ടിക്കറ്റ് എടുത്ത് നമ്മളെ. സംഗതി നല്ല രസമുണ്ട് കേട്ടോ. അപ്പുറത്തൊക്കെ ഫുൾ ഗ്ലാസ് ആയതുകൊണ്ട് നല്ല കാഴ്ചകൾ. അപ്പുറത്തും ഇപ്പുറത്തും നോക്കാം, നിൽക്കണോലേക്ക് അങ്ങോട്ടും നോക്കട്ടോ. പിന്നെ ഞങ്ങൾ വരുമ്പോൾ പിന്നെ ഇരുന്നൊരു സീറ്റൊക്കെ കിട്ടിയിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റിന് ഇത്തിരി താമസമൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് കയറുമ്പോൾ അതിനുള്ള എന്താ പറയുക എത്ര ആൾ കയറണം, അപ്പോൾ അതിനനുസരിച്ച് നല്ല ക്യൂ നിന്നിട്ടാണ് കിട്ടിയത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ. നല്ല വ്യൂ ഉണ്ട്. ഇനി കുറച്ചൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ കണ്ട് ആസ്വദിക്കുകയാണ് ചെയ്തത്. നല്ല രസമുണ്ട്. ഫുൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം പോയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. നമ്മളിപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഊട്ടി പോയതിന് ഇങ്ങോട്ടൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഫോർട്ട് കൊച്ചിയൊക്കെ. അങ്ങനെ ഊട്ടിനെ താഴ്ത്തി പറഞ്ഞല്ലോ കേട്ടോ. ഊട്ടി നല്ല പ്രകൃതി രമണീയമാണ്. അത് കുറേ പ്രാവശ്യം പോയി കയ്യും കണക്കും ഇല്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ പറയില്ല പിന്നെ അങ്ങോട്ട് തന്നെ പോണത് പറയില്ല. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു അതിർപ്പാണ്. എൻ്റെ ചെക്കനും പെണ്ണിട്ടോ വാപ്പി മോള് നുള്ളി വെച്ച പോലെ എൻ്റെ ആഗ്രഹം അത് തന്നെ ഇനി കേട്ടോ. പിന്നെ കുട്ടികളുള്ളവർക്കൊക്കെ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും എണീച്ച് നിന്നതാണ് കാര്യമായിട്ട്. അങ്ങനെ നല്ല കൊച്ചി കാഴ്ചകളൊക്കെ നല്ല അടിച്ച് പൊളിച്ച് ഇങ്ങനെ ആസ്വദിച്ച് നല്ല രസമുണ്ട് കേട്ടോ. ഈ 20 മിനിറ്റ് നമുക്ക് ബോറടിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ നല്ല വിശപ്പുള്ളതുകൊണ്ട് ഈ അക്കരെ എത്തിയാൽ വേഗം ഫുഡ് കഴിക്കാൻ ഇനി എപ്പോഴാണ് കിട്ടുക അങ്ങനത്തെ ചിന്തകളൊക്കെ മൈൻഡിലുണ്ട് ഇനി. അങ്ങനെ ഇതിങ്ങനെ കണ്ട് സംസാരിക്കണുണ്ട്. പിന്നെ ബോയ്സൊക്കെ ഇതിൻ്റെ ഇവിടെ കൊച്ചിൻ്റെ വികസനത്തിനെ പറ്റി ഇങ്ങനെ സംസാരിക്കണുണ്ട്. പിന്നെ അപ്പുറത്ത് നല്ല ഫ്ലാറ്റും കാര്യങ്ങളും, ഇപ്പുറത്തും കാഴ്ചകൾ വ്യത്യസ്തമാണ് കേട്ടോ. ഫോണിലാണെങ്കിൽ തീരെ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ആലപ്പുഴയിൽ നിന്ന് വരുമ്പോൾ ചാർജ് ചെയ്തതാണ് റൂമിൽ നിന്ന്. അപ്പോൾ ഒരുവിധം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് ഐഫോൺ ആകുമ്പോൾ പെട്ടെന്ന് ചാർജ് ചെയ്തിട്ട് തീരെ നിൽക്കണില്ല കേട്ടോ. ഭയങ്കര നഷ്ടം തന്നെയാണ് ആ ഒരു കാര്യം നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ തിരിച്ച് വരുമ്പോൾ ഞാൻ വീഡിയോ നിർത്തിയിട്ടില്ല. ഇത് ഈ വീഡിയോ തന്നെ വീണ്ടും പകർത്താനുള്ളതെന്ന് വിചാരിച്ചിട്ടോ. പക്ഷെ നല്ല അടിപൊളി ഫോട്ടോസ് പാച്ചെടുത്ത് തന്നീന് കേട്ടോ. അപ്പോൾ അതാണ് കിട്ടിയില്ല ഒരു ലക്കുള്ളത്. ഇനി എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ, എറണാകുളത്ത് വരികയാണെങ്കിൽ ഫോർട്ട് കൊച്ചി ഇങ്ങനെ നടന്നിട്ട് മുഴുവനായിട്ട് കാണാം. അത് ഇനി രാത്രിയിലെ വൈബും കൂടി ആസ്വദിക്കണം എന്നുള്ള ഒരു മൈൻഡ് ഉണ്ട്. പിന്നെ ഹൈക്കോർട്ടിൽ അവിടെ എത്തിയിട്ട് വാഷ്റൂമും അതുപോലെ തന്നെ മക്കൾക്കൊക്കെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഹോട്ടലും തപ്പിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. നല്ല വിശപ്പുകൊണ്ട് തന്നെ കണ്ണിൽ കണ്ട ഹോട്ടൽ കയറാന്നൊക്കെ പറയില്ലേ, ഹോട്ടൽ നോക്കി വെച്ചിട്ട് റോയൽ ബേക്കറി റെസ്റ്റോറൻറ്റും കൂടി കൂടിയിട്ടാണ് കേട്ടോ. ഭയങ്കര തിരക്കാണ്, നല്ല കച്ചവടമുണ്ട്. കച്ചവടമൊക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ. നമ്മൾ എല്ലാവരും അന്നാണല്ലോ. പക്ഷേ എന്താ പറയുക, വെറുംചോറൊന്നും അത്ര പോരട്ടോ. നല്ല വിശപ്പുകൊണ്ട് തന്നെ നമ്മൾ തിന്നും ചെയ്ത്. പക്ഷെ എന്താ പറയുക, തിരക്കൊണ്ടിരിക്കുക. നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ മുന്നേ ഒരു വിളമ്പി വെച്ചിട്ട് നമ്മൾ ചോറ് മാത്രം അപ്പോൾ ഫ്രഷ് ആയിട്ട് കൊടുത്തിട്ടാ ഒരു കറി. അതൊന്നും വലിയ ടേസ്റ്റ് നമ്മൾ കഴിക്കണീന് കുറ്റം പറയല്ല കേട്ടോ. പക്ഷെ അത്ര പോരാ, നമ്മൾ കാശ് കൊടുക്കണീന് അത്രക്ക് പോരേ. പിന്നെ ബിരിയാണി വാങ്ങിച്ചവരുണ്ട് കേട്ടോ. പിന്നെ ഫ്രൈഡ് റൈസ് വാങ്ങിച്ചവരുണ്ട്. പിന്നെ ഉച്ച സമയത്ത് ചോറാണ് നല്ലത് വിചാരിച്ചിട്ടാണ് ചോറ് വാങ്ങിയത് കേട്ടോ. പിന്നെ എല്ലാവരും ഓരോ ചിക്കൻ പീസ്.
അങ്ങനെ അവിടെ നിന്ന് നടന്നിട്ട് നേരെ മറൈൻ ഡ്രൈവിക്കാണ് എത്തിയിട്ട്. പിന്നെ ഇഷ്ടമുള്ള ചോക്ലേറ്റ് കാര്യങ്ങൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഉപ്പിലിട്ടത് അങ്ങനെ അവിടെ കാറ്റുണ്ടിട്ട് ആ കായൽക്കരക്കിൽ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ. പിന്നെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വല്ലാതെ വീഡിയോ ഒന്നും എടുക്കാൻ പോയിട്ട് പിന്നെ അവിടുന്ന് നേരെ നമ്മൾ ഹൈക്കോർട്ടിൽ തന്നെ എത്തിയിട്ട് പിന്നെ ഇത്തിരി കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 20 മിനിറ്റ് ഡിസ്റ്റൻസിലാണ് നമ്മളെ വാട്ടർ മെട്രോ എത്തലിട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ 100 ആളെ വീതം തോന്നണ എണ്ണീട്ടാണ് ഓരോരുത്തർ അങ്ങോട്ട് കയറ്റി വിടുന്നത്. അപ്പോൾ നമ്മൾ കുറേ നേരം ഇങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. പിന്നെ തിരിച്ച് ഫോർട്ട് കൊച്ചിയിൽ എത്തിയപ്പോൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മെല്ലെ നടന്നിട്ട് നമ്മളെ നെഹ്റു പാർക്കിലേക്ക് കയറിയിട്ട് കുട്ടികളോട്ട് സ്പെൻഡ് ചെയ്തോട്ടെ വിചാരിച്ച് അങ്ങനെ എല്ലാവരും അവിടെ ഇവിടെ എല്ലായിടത്തും നടന്നിട്ടൊക്കെ കണ്ട് കുട്ടികൾ പാർക്കിലും കാര്യങ്ങളൊക്കെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കുറേ നേരം എനിക്ക് വീണ്ടും ഞാൻ പറയുകയാണ്, എനിക്ക് ഫോട്ടോ കൊച്ചി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫുൾ ഈവനിങ് ആകുമ്പോൾ നല്ലൊരു വൈബിട്ട ഒരുപാട് ആൾക്കാർ വന്ന് വരുന്ന സമയമാണ്. അങ്ങനെ പിന്നെ എന്താ കുറേ അവിടെ ഇരുന്നിട്ട് ഭയങ്കര പ്ലാനിങ് നമ്മൾ സ്റ്റേ ചെയ്താലോ എന്നിട്ട്. അപ്പോൾ ഒരാൾക്ക് പനിയുണ്ട്, അപ്പോൾ നിൽക്കണേ എങ്ങനെ നിൽക്കുക, പിന്നെ കൊച്ചിയിൽ നിന്ന് വേറെ എവിടെയും പോയി നിന്നാലോ, അങ്ങനെ കുറേ പ്ലാനിങ് ഒരു മണിക്കൂറെങ്കിലും നിന്ന് പ്ലാനിങ് ഇട്ട് അങ്ങനെ പിന്നെ ലാസ്റ്റ് നമ്മൾ നാട്ടിലേക്ക് പോകാന്നുള്ള പ്ലാനിങ്. അങ്ങനെ എല്ലാവർക്കും ഒരു ചായപ്പൊതി, ചായ, ജ്യൂസ് എന്ത് വേണമെങ്കിലും കഴിക്കട്ടെ. അങ്ങനെ ഒരുപാട് കടകൾ നമ്മൾ കടന്നു പോയി, റെസ്റ്റോറൻ്റ് ആയാലും തട്ടുകടക്കായാലും കടന്നു പോയി. അങ്ങനെ ഒരു ആംബിയൻസ് നോക്കി പിടിച്ചതാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ്. നോക്കി വെച്ചോളൂ മക്കളെ, ഒരു ടേസ്റ്റും ഇല്ല. നല്ല പൈസ ബില്ല് അവിടെ ഒരു ഹോട്ടലാണ് കേട്ടോ. നമ്മൾ സ്പെഷ്യലായിട്ടുള്ള കടികൾ എടുത്ത് നോക്കിയാലും കഴിക്കാനും ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. നമ്മൾ ജ്യൂസ് ആയാലും നമ്മൾ പറഞ്ഞതെല്ലാം ടേസ്റ്റുകളെല്ലാം നമുക്ക് കിട്ടുന്നത് ഷെയ്ക്ക് രൂപത്തിലൊക്കെയാണ്. എന്താ പറയുക, നല്ല നമ്മളിപ്പോൾ ഒരു 10 ആൾ ചായയും ഈ ഒരു ജ്യൂസും കുടിച്ചിട്ട് തന്നെ 1000-ന് പുറത്തായിന് കേട്ടോ ബില്ല് വന്നപ്പോൾ. എല്ലാവരും ഞെട്ടിപ്പോയിക്കണേ. പക്ഷെ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇളനീർ ജ്യൂസ് കുഴപ്പമില്ല കേട്ടോ. പിന്നെ ബോയ്സാണ് ചായ കുടിച്ചത് കേട്ടോ. ഞങ്ങളൊക്കെ പിന്നെ ജ്യൂസ് കഴിഞ്ഞ് പിന്നെ നമ്മളുള്ള അനുഭവമാണ് പറഞ്ഞിട്ടോ, വെറുതെ പൈസ പൊട്ടിക്കണ്ടല്ലോ. അങ്ങനെ പോയി നമ്മൾ ലേഡീസൊക്കെ ഒന്ന് മഴങ്ങിപ്പോയിട്ടോ. ഒരു 11 മണി കഴിഞ്ഞിട്ടോ. പിന്നെ ഡ്രൈവ് ചെയ്യണം നമ്മൾ പാച്ചിട്ട് ഡ്രൈവ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ നമ്മളെ വിളിച്ചപ്പോഴാണ് നമ്മൾ എണീച്ചതിട്ട്. അങ്ങനെ ലൊക്കേഷനൊന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ നല്ല വിശപ്പ്, എന്താ അറിയില്ല, വിശപ്പ് എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ എപ്പോഴും വിശപ്പ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം തീറ്റ അങ്ങനെ ഒന്നും വിചാരിക്കട്ടെ. നമ്മൾ ഉച്ചക്കപ്പം ചോർന്നിട്ട് പിന്നെ വൈകുന്നേരം ചായ, പിന്നെ നമ്മൾ 11 മണി കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ സ്വാഭാവികം വിശപ്പുണ്ടാവും. ഇതൊന്നും നിൻ്റെ ഫ്രണ്ട്സാൾ കേൾക്കണ്ടേ, നിന്നെ തൻ്റെ സ്വഭാവം അവർ ശരിക്കും പറഞ്ഞു തരും. അങ്ങനെ ഫുഡിനുള്ള മെനു വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് പറയാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞു. ഞാനാണ് എപ്പോഴും അൽഫാമ തന്നല്ല. അപ്പം ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് തന്തൂരി മാറ്റി പിടിച്ചു. തന്തൂരി ഞാൻ കുഴപ്പമെന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം മുഴുവൻ ഒരു ഇതായ പോലെ, ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു ഇതായി വന്ന പോലെ ഇതിൻ്റെ ഇതൊരു ടേസ്റ്റും ഇല്ല. ആ ഒരു അത്രയും പെട്ടെന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശരിക്ക് ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലത്തെ നമുക്ക് കിട്ടിയതിട്ടാം. പക്ഷെ ഞാൻ എന്തായിട്ട് എൻ്റെ തന്തൂരി ഞാൻ പാച്ചുവിന് കൊടുത്തിട്ട് പാച്ചുവിൻ്റെ അൽഫാം ഞാനാണ് വാങ്ങിച്ചത്. ചിലർ ഷവായ തോന്നണം, അതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് കഴിച്ചത്. പിന്നെ ഞാൻ ഫുഡിന് അങ്ങനെ കുറ്റം പറയുന്ന ആളൊന്നും അല്ല കേട്ടോ. ഞാൻ ഫുഡിൻ്റെ ഷോർട്സ് ഒരുപാട് ഇട്ടിട്ടുള്ള ആളാണ് കേട്ടോ. ആ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയുക, ചില നല്ല അടിപൊളി. പിന്നെ ഇന്നലത്തെ ഫുഡാണെങ്കിൽ പിന്നെ പറയുന്നുണ്ട്, ആലപ്പുഴത്തെ ഫുൾ അടിപൊളി ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി പിന്നെ ലാസ്റ്റ് നല്ലൊരു തണുത്ത ലൈവും പിടിച്ച് സൂപ്പറായിട്ട് ഇറങ്ങിപ്പോന്നു. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞാനും പച്ച വീട്ടിൽ പോയില്ലിട്ട്. നമ്മൾ എവിടെ നിന്ന് പോകുന്നത് അവിടെ തന്നെ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് ഇന്ന് രാത്രി പോയിട്ട് വീട്ടിൽ വിളിച്ചുണർത്തേണ്ട വിചാരിച്ചു നമ്മൾ മുന്നിറാക്കാൻ്റെ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്തിട്ടാ. പിന്നെന്താ നമ്മൾ ഫ്രഷായി നമ്മളിതാ താത്താരിതാ മാക്സൊക്കെ ഇട്ടെടുത്ത് അവരുടെ ഇട്ടെടുത്തിട്ട് നല്ല ഭംഗിയുണ്ടേനി കാണാൻ. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയി എന്താ പറയുക, അവിടുന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ പോയത് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും നമ്മൾ എറണാകുളം ട്രിപ്പും അതുപോലെ തന്നെ പാർട്ട് 1 ആലപ്പുഴ ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പാർട്ട് 1 കണ്ടവർ കണ്ടാൽ പാർട്ട് 2 രസമുണ്ടാവും. ഞാൻ വീണ്ടും പറയുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ല വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നമ്മളെ ഫാമിലി ഫോട്ടോസൊക്കെ നമ്മൾ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും പരിചയപ്പെടുത്തി ഞാൻ ആ കാര്യമൊക്കെ മറന്നു. പിന്നെ ഞാൻ എല്ലാവരും വീഡിയോ എടുത്തു. ഞാൻ എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ ഞാനും മറന്നുപോയി. പിന്നെ എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുത്ത് നടന്നാലും ഞമ്മക്കും ട്രിപ്പ് ആസ്വദിക്കണ്ടേ. അപ്പോൾ നമ്മൾ വല്ലാതെ ഫോൺ നമുക്ക് കളിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റാ.